വളരെ പ്രാധാന്യമുള്ള ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതിനെപ്പറ്റി സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പുതിയ മാർപ്പാപ്പയായിട്ട് വന്നിരിക്കുന്നത് പോപ്പ് ലയോ ആണ്. ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ സിംഹം എന്നാണ് അർത്ഥം. ലയോ എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. നമുക്കിന്നിവിടെ ഒരു സിംഹമുണ്ട്. ആ സിംഹത്തിൻ്റെ പേരാണ് നരസിംഹാനന്ദം. ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ലയോ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ലയോ, ലിയോ എന്നൊക്കെ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ പേര് മഗ്നിഫിക്കാസ് ഹ്യൂമാനിറ്റാസ് എന്നാണ്. അത് പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാനവ മഹത്വം, മനുഷ്യ മാഹാത്മ്യം. ആ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഈ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ പാപ്പ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. യന്ത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. പക്ഷേ യന്ത്രങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്നുള്ള പാഠം ഈ ഒരു ചാക്രിക ലേഖനം വഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മാർപ്പാപ്പ നമുക്ക് വേണ്ടി നൽകിയത് 2026 മെയ് മാസം 15 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന്, സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ നിന്നാണ് ഈ ഡോക്യുമെൻ്റ് അദ്ദേഹം നൽകിയത്. ഈ ഡോക്യുമെൻ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരു കൺക്ലൂഷനുണ്ട്. ഈ 5 ചാപ്റ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഇത് ഓർത്താൽ മതി. HSSTC. ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ TC എന്ന് പറയരുത്. അതല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? H എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഈ ഡോക്യുമെൻ്റ് നൽകുവാനുള്ള ചരിത്രത്തെക്കുറിച്ച് പാപ്പ അതിനകത്ത് പറയുകയാണ്. രണ്ടാമത്തെ S, സോഴ്സ്, ഉറവിടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഉറവിടം, ഭൂമിയുടെ ഉറവിടം, യന്ത്രങ്ങളുടെ ഉറവിടം, എല്ലാത്തിൻ്റെയും ഉറവിടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആണ് S. മൂന്നാമതായിട്ടുള്ള S, സേഫ് ഗാർഡിങ് എന്ന് പറയും. അതായത് മനുഷ്യൻ്റെ അവകാശങ്ങൾ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പാപ്പ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് T ആണ്. T എന്ന് പറഞ്ഞാൽ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം എന്നുള്ളതാണ്. അവസാനമായിട്ട് വരുന്ന അക്കം C ആണ്. ആ C സ്റ്റാൻഡ്സ് ഫോർ കൾച്ചർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സംസ്കാരം. ഇങ്ങനെ 5 അധ്യായങ്ങളുള്ള ഒരു എൻസിക്ലിക്കലാണിത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചോ അത്. HSSTC. ഒരു കാര്യം ഓർക്കേണ്ടതാണ്, ഇതൊരു എൻസിക്ലിക്കലാണ് എന്ന് പറഞ്ഞാൽ പാപ്പ തരുന്ന
എഴുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്താണിത്. ഇറ്റ് ഈസ് എ ലെറ്റർ given by the Pope about faith and morals. വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്. അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. സോ ഇറ്റ് ഈസ് എൻ എൻസൈക്ലിക്കൽ. അതിൻ്റെ പ്രത്യേകതയാണ്, മാർപ്പാപ്പമാർ സാധാരണയായിട്ട് അപ്പസ്തോലിക് ലെറ്റർ കൊടുക്കും, വെറും എക്സോർട്ടേഷൻ കൊടുക്കും, ലെറ്റേഴ്സ് കൊടുക്കും. പക്ഷെ ഇത് ഒരു എൻസിക്ലിക്കലായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനെ പറയുന്നത് സോഷ്യൽ എൻസിക്ലിക്കൽ എന്നാണ്. അതായത് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകാൻ വേണ്ടി എഴുതപ്പെട്ടതാണിത്. ഇതാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ചോദിച്ചാൽ, ബിഷപ്സ്, priests, religious, lay people and all men of good will. എല്ലാ സന്മനസ്സുള്ള മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻ്റാണ് ഇത്. അപ്പോൾ ഇതാണ് ഈ ഡോക്യുമെൻറ്റിനെ പറ്റി ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. മറക്കരുത്, നിങ്ങൾ ഇത്രയും മറക്കരുത്. HSSTC പഠിച്ചില്ലേ? പിന്നെ ഇതൊരു എൻസിക്ലിക്കലാണ് അല്ലേ? എൻസിക്ലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകമായിട്ട് വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ എൻസിക്ലിക്കിൻ്റെ പ്രത്യേകമായിട്ട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സോഷ്യൽ എൻസിക്ലിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുരോഗതിയെക്കുറിച്ച്, AI-യെക്കുറിച്ച്, റോബോട്ടിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ, റോബോട്ടിക്, അങ്ങനെ പല സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇത് കാണിക്കാം. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അതിന് പിടികിട്ടും. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. Magnifica Humanitas, the first encyclical of Pope Leo XIV, an encyclical dedicated to you, dedicated to your magnificent humanity, this humanity that is created by God, a humanity that we must care for and protect, a humanity that in this era of artificial intelligence, of historic transformations, faces a crucial decision: to build a new Tower of Babel or to build a holy city to dwell in with God. A decision that confronts our human conscience. A humanity that chooses Babel, decides to remove its own limits and rejects God. Sacrifices the weak, erases differences, becomes uniform. It claims to create a single language that, in fact, reduces people to data. It dehumanizes us. A humanity that chooses the holy city recognizes that artificial intelligence needs clear guidelines that place the good of the human person at the center, recognizing humanity's limits, limits that open it up to recognize God and neighbor. Pope Leo XIV invites us to have the courage to get our hands dirty in the construction site of our time. He asks us to unmask and disarm artificial intelligence. Unmask the new monopolies that concentrate this technological power in private hands, making it more difficult to direct it toward the common good. And disarm it. Remove it from the logic of competition. Question it. Make it the subject of discussion. This does not mean rejecting technology, but preventing it from dominating the human. True progress always stems from a heart open to others. Dialogue, diplomacy, and forgiveness are more useful for building than any technological advancement.
we are all called to protect humanity. Choosing every day the logic of peace over that of power. Acting with honesty, integrity, empathy, and care. Let us contemplate, in the face of Jesus, a magnificent humanity that also enlightens the age of artificial intelligence. Even when machines excel in efficiency, the center of history continues to be a human face that asks to be seen. Let us take care of relationships. Let us protect them with kindness, attentiveness, and generosity. Let us take care of our communities. Let us promote opportunities for encounter, for visiting those who are alone. Let us draw near to the poor. Digital culture multiplies the possible points of connection, but the human heart retains an irreplaceable need for genuine closeness. Let us protect our magnificent humanity. ഇതിനകത്ത് പറയുന്ന രണ്ട് പ്രതീകങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രതീകം ടവർ ഓഫ് ബാബേൽ, ബാബേൽ ഗോപുരം. മറ്റൊന്ന് പ്രവാചകനായ നെഹമായ ജെറൂസലേമിൻ്റെ ഭിത്തികൾ പണിതുയർത്തുന്നതാണ്. നെഹമായുടെ പുസ്തകം 2 മുതൽ 6 വരെ ഉള്ള അധ്യായങ്ങളിൽ ഈ വിവരങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. നെഹമായ ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ചാപ്റ്റർ 6 അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജെറൂസലേമിൻ്റെ ഭിത്തികൾ ഈ പ്രവാചകൻ പണിതുയർത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് മനുഷ്യമഹത്വത്തിനും ദൈവമഹത്വത്തിനും കോട്ടം വരാതെ രണ്ട് കൂട്ടർക്കും പ്രാധാന്യം നൽകുകൊണ്ട് സഹകരണത്തിൻ്റെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ ഒരു പണിതുയർത്തലായിരുന്നു അതെന്ന് പാപ്പ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. അതേസമയം നിങ്ങൾക്കറിയാം ടവർ ഓഫ് ബാബേൽ, ബാബേൽ ഗോപുരം, അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 11 വരെ അല്ലെങ്കിൽ 1 മുതൽ 9 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അതെങ്ങനെയാണ് പണിയെന്ന് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ടവർ ഓഫ് ബാബേൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും തനിക്ക് താൻ മാത്രം മതിയെന്നുള്ള ചിന്തയുടെയും പരിണത ഫലമായിരുന്നു. ദൈവത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യരുടെ കൂട്ടായ്മയ്ക്ക് പകരം മനുഷ്യനെ പോലെ അകറ്റി നിർത്തിക്കൊണ്ട് അവർ കുറച്ചാളുകൾ കൂടി ഒരു ടവർ അങ്ങ് പണിയുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയായിരുന്ന പറയുന്നത്. പേരുണ്ടാക്കാൻ വേണ്ടി അവരത് പണിതു. പക്ഷേ അത് നാശത്തിലേക്ക് പോവുകയായിരുന്നു നമുക്കറിയാം. ചുരുക്കത്തിൽ ഈ ഡോക്യുമെൻ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ടവർ ഓഫ് ബാബേൽ വേണോ, അല്ലെങ്കിൽ നെഹമായ പറയുന്നത് പോലെ ജെറൂസലേമിൻ്റെ ഭിത്തി കൂട്ടായ്മയിൽ പണിതുയർത്തുന്ന ഒന്നാവണോ? മനുഷ്യമഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണമോ, അല്ലെങ്കിൽ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണമോ? അപ്പോൾ സഭ ഒരിക്കലും നിർമ്മിത ബുദ്ധിയോ അതുപോലെ മറ്റുള്ള സാങ്കേതിക വിദ്യകളോ ചീത്തയാണെന്നോ തെറ്റാണെന്നോ ഉപയോഗിക്കണ്ട എന്നൊന്നും പറയുന്നില്ല. മറിച്ച് മനുഷ്യനേക്കാൾ അത് വലുതാകരുത്. ഒരുപക്ഷെ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ യന്ത്രങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ സാധിക്കും.
പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ യന്ത്രങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ യന്ത്രങ്ങൾക്ക് അനുഭവങ്ങളില്ല. ഈ യന്ത്രങ്ങൾക്ക് ധാർമ്മികതയില്ല. ഈ യന്ത്രങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ യന്ത്രങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പം ജെമിനി എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇല്ലേ, ആ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ചു ജെമിനി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു, ജെമിനി പറയും ഓ നിന്നെ ഞാൻ ഒത്തിരി അതൊക്കെ വെറുതെ പറയുന്നതാണ്. അവരെ മനുഷ്യ മനസ്സ് തന്നെ അതിനെ കുത്തിവെച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാതെ അവിടെ ഫീലിംഗ് ഇല്ല. ഇത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഇത് മറക്കുകയാണ്. ഹ്യൂമൻ ഇൻ്റലിജൻസും ഈ നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളെന്ത് ചെയ്യും? ഇതിനെ വലിയ കാര്യമായിട്ട് എങ്ങനെ പൊക്കിപ്പീർത്തിക്കൊണ്ടിരിക്കും. പക്ഷേ മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യന് നീതി ലഭിക്കുമാറാകണം. അവൻ്റെ മനുഷ്യത്വം സംരക്ഷിക്കുന്നതാകണം. അങ്ങനെയൊക്കെയുള്ള അറിവാണ് ഇന്നത്തെ ഈ ലോകത്തിലെ ആധുനിക ലോകത്തിലെ മനുഷ്യന് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഗ്രന്ഥം, ഈ ഡോക്യുമെൻ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ചോദ്യം ഇതാണ്, നമുക്ക് വേണ്ടത് ഒരു ടവർ ഓഫ് ബാബേലാണോ? ദൈവമില്ലാത്ത അഹങ്കാരികളുടെ സ്വാർത്ഥന്മാരുടെ ഒരു ലോകമാണ് നമ്മൾ പണിതുയർത്താൻ നോക്കുന്നത്? അല്ലെങ്കിൽ പ്രവാചകൻ നഖമായ പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒരുമയുടെ ഒരു സാമ്രാജ്യം പണിതുയർത്തുവാനാണ് നമ്മൾ നോക്കുന്നത്? നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഇവിടെ മനുഷ്യൻ പണിതുയർത്താൻ ശ്രമിക്കുന്നതൊക്കെ ടവർ ഓഫ് ബാബേലാണ്. നിങ്ങൾ നോക്കിയോ, ഏത് രാജ്യത്താണ് യുദ്ധമില്ലാത്തത്? യുദ്ധങ്ങളേ ഉള്ളൂ. മനുഷ്യൻ്റെ വളർച്ചയേക്കാൾ ഉപരിയായിട്ട് ഉണ്ടാക്കിയ വെപ്പൺസ്, അതായത് യുദ്ധോപകരണങ്ങൾ എങ്ങനെ ചെലവഴിക്കാമെന്നാണ് ഇവരെല്ലാവരും ചിന്തിക്കുന്നത്. അതുവഴിയായിട്ട് പൈസ ഉണ്ടാകണം. മനുഷ്യൻ നന്നാവണമെന്നോ അവൻ്റെ മനസ്സ് നന്നാക്കണമെന്നൊന്നും ആർക്കും ആഗ്രഹമില്ല. ഇങ്ങനൊരു ഇഷ്യൂസാണ് വാസ്തവത്തിൽ ഈ ഡോക്യുമെൻ്റ് ഡീൽ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് ഇവിടെ വരുന്നത് എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് ഈ ഡോക്യുമെൻ്റ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ദൈവിക മൂല്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി. ഒന്ന്, മനുഷ്യൻ്റെ ദൈവിക മൂല്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. രണ്ട്, നിർമ്മിത ബുദ്ധിയും മനുഷ്യ മനസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ വേണ്ടി. നിർമ്മിത ബുദ്ധിയും മനുഷ്യ മനസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെൻ്റ്. മൂന്ന്, തൊഴിലും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യന് തൊഴിൽ വേണം, അതോടൊപ്പം തന്നെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയും ആവശ്യമാണ്. അപ്പോൾ അതാണ് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് ധാർമ്മികമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. കൃത്യമായ മോറൽ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. അതുവഴിയായിട്ട് സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ധാർമ്മികമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. അടുത്തത് ഈ ലേഖനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഒന്ന്, ചരിത്രപരമായിട്ടുള്ള തുടർച്ച. അതുകൊണ്ട് നമ്മുടെ കെ എഫ് ജോർജും ഇവിടെ സംസാരിച്ച മണ്ണാറത്തറച്ചനും അതുപോലെ തന്നെ MC ഒക്കെ പറയുകയുണ്ടായി. 1891 അന്നത്തെ ലയോ 13-ാം പാപ്പ പുറപ്പെടുവിച്ച റേറും നൊവാരും എന്ന ചാക്രിക ലേഖനം. എന്തായിരുന്നു ഇതിവൃത്തം? ആ ചാക്രിക ലേഖനത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായ സമയത്ത് തൊഴിലാളികളും മുതലാളികളും
അതുപോലെ മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഭാഷയിൽ സംസാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ ഡോക്യുമെൻ്റ് നമുക്ക് പാപ്പ നൽകിയിരിക്കുന്നത്. 2, സാങ്കേതിക വിദ്യയിലെ വൻ മാറ്റം. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ സാങ്കേതിക വിദ്യകളിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിർമ്മിത ബുദ്ധിയൊക്കെ സാങ്കേതിക വിദ്യകളിലെ ശൈശവ ദശയിലാണെന്ന് പറയുന്നത്. ഒരു കുറേ കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ പുരോഗതി എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സാങ്കേതിക വിദ്യയിലെ വൻ മാറ്റത്തെക്കുറിച്ച് ഈ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. 3, ആഗോളതലത്തിലെ ആശങ്കകൾ. ഈ നിർമ്മിത ബുദ്ധി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ മനുഷ്യൻ സംഭവിക്കുക, എന്താണ് തൊഴിലാളികൾക്ക് എന്താ സംഭവിക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് ആകുലരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെ വളർത്താനും തകർക്കാനും സാധിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സഭയുടെ മുൻകാല നിലപാടുകളെക്കുറിച്ച് പറയുന്നു. 4-മതായിട്ട് സഭയുടെ മുൻകാല നിലപാടുകളെക്കുറിച്ച് പറയുകയാണ്. 5-മതായിട്ട് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അവതരണം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടും അതിനു മുമ്പ് പറഞ്ഞത് എന്തുകൊണ്ട്, വൈ ദീസ് ഡോക്യുമെന്റ്, ഇതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ 1-മതായിട്ട് പറയുന്നത് കൃത്രിമ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ആദ്യത്തെ രേഖയാണ്, സഭ നൽകുന്ന ആദ്യത്തെ രേഖയാണിത്, കൃത്രിമ ബുദ്ധിയെക്കുറിച്ച്. പിന്നെ 2-മതായിട്ട് പുതിയൊരു അധ്യായം സഭ ഇവിടെ തുറക്കുകയാണ്. റേറും നൊവാരും നൽകപ്പെട്ടത് 1891 ഇപ്പോൾ 2026 പുതിയൊരു അധ്യായം ലിയോ പാപ്പ 14 തുറക്കുകയാണ്. ലിയോ പാപ്പ 13 റേറും നൊവാരും എന്ന ചാക്ര ലേഖനം നമുക്ക് നൽകിയത്. അടുത്തതായിട്ട് ആഗോളതലത്തിലൊരു ധാർമ്മിക രേഖയാണിത്, ഒരു ധാർമ്മിക രേഖ. 5-മതായിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ അന്തസ്സിനായുള്ള വാദം. മനുഷ്യൻ്റെ അന്തസ്സിനായിട്ടുള്ള വാദം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് യന്ത്രങ്ങളിലോ അറിവിലോ മറ്റൊന്നിലും അധിഷ്ഠിതവുമല്ല, മറിച്ച് മനുഷ്യൻ്റെ അന്തസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉറവിടം അവൻ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം 26 മുതൽ 27 വാക്യങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് man and woman are created in the image and likeness of God. ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ചുരുക്കം പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവിക്കുന്ന മുഖങ്ങളാണ് ഓരോ മനുഷ്യനും. മനുഷ്യൻ്റെ പ്രാധാന്യം അവിടെയാണ്. അല്ലാതെ അവന് കുറേ പണമുണ്ട്, കുറേ അറിവുണ്ട്, കുറേ യന്ത്രങ്ങളുണ്ട്, അതൊന്നുമല്ല. മനുഷ്യൻ്റെ മഹാത്മ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലാണ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും അറിവുള്ളവനായാലും അറിവില്ലാത്തവനായാലും അവൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തോന്നണം ഇത് ദൈവത്തിൻ്റെ മുഖമാണിവൻ. അങ്ങനെ വരുമ്പോൾ
നമ്മളെല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുകയും ചെയ്യും. അപ്പോൾ മനുഷ്യൻ്റെ അന്തസ്സ് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിലാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത് സബ്സിഡിയാരിറ്റി എന്ന് പറയും. സബ്സിഡിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയതനുസരിച്ച്, അവർക്ക് കിട്ടിയ റൈറ്റ് അനുസരിച്ച്, അവർക്ക് കിട്ടിയ ദാനങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് സോളിഡാരിറ്റി, നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിലുള്ളൊരു ഐക്യദാർഢ്യം, അത് പ്രധാനപ്പെട്ടതാണ്. നാലാമത് പറയുന്നത് കോമൺ ഗുഡ്, പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ഡോക്യുമെൻ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പൊതുഭവനമാണ്. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇല്ലാതെയാവും. ഭൂമിയെ നശിപ്പിക്കാൻ പാടില്ല. ഇത് നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഇതിനെ വളർത്തിക്കൊണ്ട് വരണം. അതൊക്കെയാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ബാബേൽ ഗോപുരവും ജെറൂസലേമിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ്. മൂന്നാമതായിട്ട് പറയുന്നത് പൊതു നന്മയ്ക്കായുള്ള നിർമ്മിതി. നമ്മൾ ഒന്ന് നിർമ്മിക്കുമ്പോൾ അത് പൊതു നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് പറയുന്നു. നാലാമതായിട്ട് കൂട്ടായ പ്രവർത്തനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അഞ്ചാമതായിട്ട് കാണുന്നത് ക്രൈസ്റ്റ് ആസ് ദ ട്രൂ മിറർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യന് വേണ്ടി അപ്പമായി തീരുകയും മനുഷ്യന് വേണ്ടി കാൽവരിയിൽ മരിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ പോലെ, ആ ക്രിസ്തുവാണ് ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് കാണുന്നതെന്ന് പാപ്പ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആറാമത് പറയുന്നത് കോഓപ്പറേഷൻ, സഹകരിക്കാം. മനുഷ്യൻ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. കണ്ട, ഇവിടെയാണ് HSSTC. ഇനി 5 അധ്യായങ്ങളുണ്ട്. ഒരു അധ്യായം മാത്രം, 5-ാമത്തെ അധ്യായം എന്താ പറയുന്നതെന്ന് നിങ്ങളോട് പറയാം. അവിടെ പറയുന്ന ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. 10 പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് അവിടെ തരുന്നത്. 10 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. 1, വാക്കുകൾ നിരായുധീകരിക്കാൻ പഠിക്കുക. മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കുകളെ നിരായുധീകരിക്കുക. ഡിസാം അവർ വേർഡ്സ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹം നമ്മൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും, നമ്മുടെ അന്നത്തെ ദിവസം വിജയിക്കും. അതേസമയം നെഗറ്റീവായിട്ട് പറയുന്നതാണെങ്കിലോ ആ ദിവസം ഡള്ളായി പോവും. പല മനുഷ്യരും ഒരു മനുഷ്യനെ കാണുമ്പോൾ ഉടൻ തന്നെ പറയുന്നതാണ്, എന്താ പറയുന്നത്? നെഗറ്റീവായിട്ട് പറയുള്ളൂ, പോസിറ്റീവായിട്ട് പറയില്ല. അപ്പോൾ പോസിറ്റീവ് വൈബ്സ് കൊടുക്കാനായിട്ട് പഠിക്കുക. നെഗറ്റീവ് വൈബ്സ് അല്ല കൊടുക്കേണ്ടത്. നമ്മളുടെ ലോകത്തെ മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ സംസാരം അനുസരിച്ചാണ് നമ്മുടെ രാജ്യങ്ങളുടെ ഗതിയൊക്കെ പോകുന്നത്. വേറൊരു ഭരണാധിപനെ ഇവർ ചീത്ത പറയുകയാണെങ്കിൽ അവരിങ്ങോട്ട് യുദ്ധത്തിന് വരും. യുദ്ധം തുടങ്ങുന്നതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന വാക്കുകൾ കൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ തന്നെ എടുത്ത് നോക്കിയോ, ഇതൊക്കെ അവർ ഓരോരുത്തരും ഓരോ പ്രസ്താവന അങ്ങ് ഇറക്കുകയാണ്. ഇന്നൊരു പ്രസ്താവന, നാളെ വേറൊരു പ്രസ്താവന. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ലോകത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ള വാക്കുകളുടെ ഉപയോഗമാണ് കാണുന്നത്. അതുകൊണ്ട് പറയാണ്, ഈ വാക്കുകളുടെ നിരായുധീകരണം, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും മോശക്കാരനാക്കാതെ, ആരെയും താഴ്ത്തിക്കെട്ടാതെ, അവനെയൊക്കെ ഉയർത്തി കാണിക്കുന്ന, അവൻ്റെ വളർച്ചയെ സഹായിക്കുന്ന തരത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമ്പോൾ വാക്കുകളുടെ നിരായുധീകരണം ഉണ്ടാവും. കുടുംബങ്ങളിൽ വാക്കുകളുടെ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ ഗവൺമെൻറ്റുകളിൽ വാക്കുകളുടെ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ വൈദികരുടെ ഇടയിൽ വാക്കുകളുടെ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ എല്ലായിടത്തും
വാക്കുകൾ നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സമൂഹത്തിന് കിട്ടും. ഇന്ന് സമൂഹത്തിൽ ഈ നിരായുധീകരണം വളരെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പാപ്പ പറയുന്നത് വാക്കുകളുടെ നിരായുധീകരണം. അതുപോലെ യുദ്ധ ഉപകരണങ്ങളുടെ നിരായുധീകരണം അതും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറയുന്നതാണ്. രണ്ടാമതായിട്ട് സ്നേഹത്തിൻ്റെ സംസ്കാരം കെട്ടിപ്പടുത്തുയർത്തുക. എ കൾച്ചർ ഓഫ് ലവ്. ലോകം എല്ലാ തരത്തിലുള്ള വിപ്ലവങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി മനുഷ്യന് ആവശ്യം ഈ സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, സ്നേഹത്തിൻ്റെ സംസ്കാരമൊക്കെ വളരാനായിട്ട് വലിയ വലിയ പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ, ചിലപ്പോൾ ഒരു പുഞ്ചിരി ആയിരിക്കും, ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു ഷെയ്ക്കൻ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വഴി പതുക്കെ പതുക്കെ സ്നേഹത്തിൻ്റെ സംസ്കാരം നമുക്ക് വളർത്താൻ പറ്റും. ക്ഷമിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സ്നേഹപൂർവ്വം നോക്കുന്നതിലൂടെയൊക്കെ സ്നേഹത്തിൻ്റെ സംസ്കാരം നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു നാഗരികത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാപ്പ പ്രത്യേകമായിട്ട് പറയുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇന്ന് അധികാരത്തിൻ്റെ സംസ്കാരം നമ്മളെ പിടിമുറുക്കുകയാണ്. കൾച്ചർ ഓഫ് അതോറിറ്റി. നമുക്കറിയാം, പവർ കറപ്റ്റ്സ്. ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. ഇന്ന് പല മനുഷ്യരുടെയും കയ്യിൽ ആബ്സല്യൂട്ട് പവറാണ്. അത് കറപ്ഷനാണ്. എന്നിട്ടോ ലോകത്തെ മുഴുവനും ആ രാജ്യത്തെ മുഴുവനും നശിപ്പിക്കാൻ പറ്റുന്ന എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അധികാരത്തിൻ്റെ സംസ്കാരം ഇന്ന് എല്ലായിടത്തും ഇങ്ങനെ പിടിമുറുക്കുകയാണ്. അധികാരത്തിലിരിക്കുന്നവർ നമ്മൾ പറയില്ലേ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പണ്ട് മനുഷ്യൻ അമ്പുമ്മിൽ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മറക്കരുത്. അതിന് പകരമായിട്ട് നമ്മൾ ഈ അധികാരം മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ, ശുശ്രൂഷയുടെ, എളിമയുടെ, സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഒക്കെ ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി സഹായിക്കണമെന്നാണ് പറയുന്നത്. നാലാമതായി പറയുന്നത്, യുദ്ധത്തിൻ്റെ സാധാരണവൽക്കരണം എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇപ്പം നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടാലും നമുക്കൊരു ചിന്തയില്ല. പ്രധാനമായിട്ട് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഈ ഗൾഫ് കൺട്രീസിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർ ഓരോ ദിവസവും മുള്ളിൽ നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മറ്റു പല പ്രശ്നങ്ങൾ. പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിനെപ്പറ്റി ഓർക്കാനോ അവിടെ അവർ നേരിടുന്ന സഹനത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? യുദ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇറാനിൽ യുദ്ധം നടക്കുന്നു, അല്ല മറ്റു പല രാജ്യങ്ങളിലും, അഫ്ഗാനിസ്ഥാനിൽ, മറ്റു പല യുദ്ധമില്ലാത്ത രാജ്യങ്ങൾ ഏതെപ്പം ഇന്നുള്ളത്? എല്ലാ രാജ്യത്തും ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര യുദ്ധമോ അയൽപക്കക്കാരുള്ള യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ സാധാരണവൽക്കരണം നമ്മളെല്ലാവരും വി ടേക്ക് ഫോർ ഗ്രാൻഡഡ് വാട്ട് ഈസ് നെസസറി, വാട്ട് ഈസ് നീഡഡ്. ആ കൾച്ചർ മാറ്റണമെന്ന് പ്രത്യേകമായിട്ട് പാപ്പ എടുത്തു പറയുന്നുണ്ട്. അഞ്ചാമതായിട്ട് അതിരുകളില്ലാത്ത ശക്തി, നോ ബൗണ്ടറീസ്. പവർ ഹാസ് നോ ബൗണ്ടറീസ്, അതോറിറ്റി ഹാസ് നോ ബൗണ്ടറീസ്. കോൺസെക്വൻലി എന്താ പറ്റുന്നത്?
ആർക്കും ആരെ വേണമെങ്കിലും പിടിച്ചുകൊണ്ടുപോകാം, ആരെ വേണമെങ്കിലും ആരുടെ മേൽ വേണമെങ്കിലും അധികാരം ഉപയോഗിക്കാമെന്ന ചിന്താഗതി വളർന്നു വരികയാണ്. ഇവിടെയും നമ്മൾ പറയുന്നതാണ് മൈറ്റ് ഈസ് റൈറ്റ്. അതല്ലല്ലോ നമ്മളുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുന്നത് ആയുധങ്ങളും നിർമ്മിത ബുദ്ധിയും. ആയുധങ്ങൾ എല്ലാവരും ആറ്റം ബോംബടക്കം ഹൈഡ്രജൻ ബോംബടക്കം എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധിയും. ഇതെല്ലാം കൂടി ആകുമ്പോൾ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് പാപ്പ ചോദിക്കുകയാണ്, വേർ ആർ വി ഗോയിങ്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അത് ചോദിക്കണം. അടുത്തതായിട്ട് ഇരകളുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. ഇരകളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് ഇര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു സ്ത്രീ, അവളെ പലരും ചേർന്ന് റേപ്പ് ചെയ്തു. എന്നിട്ട് പോലീസ് അവരൊക്കെ അറസ്റ്റ് ചെയ്ത് കേസ് കോടതിയിലായി. പക്ഷെ അവരെല്ലാവരും വെറുതെ വിട്ടു. അവരെയോ ഒരാൾ രണ്ടാളെന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ട് അവരെ വെറുതെ വിട്ടു. പക്ഷെ ഈ സ്ത്രീ അവനോട് പകരം വീട്ടി അവനെ കൊന്നുകൊണ്ട്, എന്നിട്ട് അവൻ പറഞ്ഞതെന്നറിയാമോ? അവൾ പറഞ്ഞതെന്നറിയാമോ? ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടത് ജഡ്ജിമാരെയല്ല, റേപ്പ് ചെയ്യപ്പെട്ടത് ഇന്ത്യ രാജ്യത്തെ അല്ല, റേപ്പ് ചെയ്യപ്പെട്ടത് എന്നെയാണ്. അതാണ് ഇരകളുടെ മനോഭാവം. വേദനിക്കുന്ന, വിഷമിപ്പിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന വ്യക്തികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടറിയാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുന്ന നല്ല മനസ്സുകളുടെ ഒരു കൂട്ടമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ, നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടുത്തതായി പറയുന്നത് സംവാദം വീണ്ടും സജീവമാക്കണം. സംവാദം വീണ്ടും സജീവമാക്കണം. ഡയലോഗ്. ഒരു പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നത് ഡയലോഗ് വഴിയായിട്ടാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമില്ലാതാകാൻ ഡയലോഗ് നടക്കുന്നുണ്ട്. നമ്മളെയൊക്കെ പ്രാർത്ഥിക്കണം ആ ഡയലോഗ് വിജയിക്കട്ടെ എന്ന്. ആ സംവാദത്തിലൂടെ യുദ്ധം നിർത്തുകയാണെങ്കിൽ, യുദ്ധം വരുമ്പോൾ അവർക്ക് മാത്രമല്ല വിഷമം, നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. അപ്പോൾ സംവാദത്തിലൂടെ, നല്ല സംഭാഷണത്തിലൂടെ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവസാനം പറയുന്നത് പ്രാർത്ഥനയും പ്രത്യാശയും. നമ്മൾ പ്രാർത്ഥിക്കണം ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണം. പ്രത്യാശ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹോപ്പ് എന്നാണ്. ആര് പറയുണ്ടായി ഹോപ്പ്? വാട്ട് ഈസ് ഹോപ്പ്? ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ്? ഹോപ്പ് ഈസ് നോട്ട് ഹോപ്പ് ഇഫ് യു കനോട്ട് ഹോപ്പ് ഇൻ എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. പഠിച്ച ഹോപ്പ് ഈസ് നോട്ട് ഹോപ്പ് ഇഫ് യു കനോട്ട് ഹോപ്പ് ഇൻ എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. എത്ര മോശമായ സിറ്റുവേഷനിലും പ്രത്യാശ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രത്യാശ ഉള്ളവരല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവസാനമായിട്ട് പാപ്പ പറയുകയാണ്, ലെറ്റ് us be weavers of hope. പ്രത്യാശ നെയ്തെടുക്കുന്നവരാകാം നമുക്ക്. ലെറ്റ് us be weavers of hope. പ്രത്യാശ നെയ്തെടുക്കുന്നവരാകാം നമുക്ക്. അതുപോലെ തന്നെ പാപ്പ പറയാണ്, ലെറ്റ് us be poets and prophets of redemption. Let us be poets, prophets of redemption. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കവികളും പ്രവാചകന്മാരുമായി നമുക്ക് ഓരോരുത്തർക്കും തീരാമെന്നുള്ളതാണ്. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലേ ചാക്കോ? ചെവിലേറെ വല്ലതും കിട്ടിയോ? അപ്പോൾ എല്ലാവർക്കും നന്ദി.